സുധീഷ്ണി ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്ന് ബന്ധുക്കൾ 1.5 മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അധ്യാപകർ മാനസികമായി പീഡിപ്പിച്ചുവെന്ന് അച്ഛൻ പ്രശാന്തും ബന്ധുക്കളും ആരോപിച്ചു. ചോളൂട് സ്വദേശിനി ആശ്രിത നദിയെ കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ വന്നപ്പോ അങ്ങനെ ഒരു ഇതിലുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട വീട്ടിലെ കുട്ടി തന്നെയാണ് വന്ന് ട്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നത്. അവള് വന്നപ്പോഴാണ് ഇവള് മുകളിൽ പോയി നോക്കുന്നത്. അപ്പൊ അതുവരെ അവളെ കഴിക്കാനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിരുന്ന് ട്യൂഷന്റെ സമയമായപ്പോൾ മുകളിലേക്ക് പോയി. പിന്നെ അവിടെ ആ കുട്ടി വന്ന് കയറി വന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ കാണുന്നത്. മാതാപിതാക്കൾക്കില്ലാത്ത ആശങ്കയും വേവലാതിയും നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ ഈ പഠിക്കുന്ന കുട്ടിനെയും പഠിക്കാത്ത കുട്ടിനെയും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടല്ലോ, ABCDE എന്ന് പറഞ്ഞിട്ട്. പഠിക്കുന്ന കുട്ടികൾ എയിലും ബിയിലും പഠിച്ചാൽ മതി, പഠിക്കാതെ നിങ്ങൾ ഡിയിലും ഇയിലും പോയി ഇരുന്നോ എന്ന് പറയുന്ന കാറ്റഗറൈസ് ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ പോലുള്ള 1, 2, 3 വിരലിൽ എണ്ണാവുന്ന അധ്യാപകരെ കൊണ്ട് നല്ല അധ്യാപിക വൃത്തി നടക്കുന്ന അവർക്ക് പോലും മോശം, അവർക്ക് പോലും ചീത്തപ്പേരാണ്. നിങ്ങൾ തകർത്തെറിയുന്നത് ഒരു കുട്ടിയുടെ ജീവൻ മാത്രമല്ല, ഒരു മാതാപിതാക്കളുടെയും പ്രതീക്ഷയും ആശ്രയമാണ് നിങ്ങൾ തട്ടിത്തെറിച്ച് കളയുന്നത്. പല സ്കൂളിലും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ 100% വിജയ ശതമാനം കാണിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പീഡിപ്പിക്കുന്നതും കുട്ടികളെ മാനസികമായിട്ട് മറ്റു കുട്ടികളുടെ മുമ്പിൽ നിന്ന് അപമാനിക്കുന്നതും കുറെയൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം ആളിക്കത്തും. നിങ്ങൾ ഓരോ ജീവനിലും ഓരോ കുട്ടികൾക്കും താങ്ങാവുന്നതിലധികം നിങ്ങൾ ഇതേപോലെ ഇൻസൾട്ടിങ്, നിങ്ങൾ പഠിക്കാത്ത പറഞ്ഞോളൂ, നിങ്ങൾക്ക് തിരുത്താനുള്ള എല്ലാ അധികാരവും തരുന്നുണ്ട് എല്ലാ മാതാപിതാക്കളും. പക്ഷെ ഇതേപോലെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടല്ലോ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട്, അത് നിർത്തണം. എനിക്ക് അധ്യാപകരെ നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ കുട്ടികളുടെ മാനസികാവസ്ഥ ഒരുപോലെ ആകില്ല. നിങ്ങൾ പറയുമ്പോഴും നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഒരു വാക്കിൽ ഒരു കുട്ടിന്റെ ജീവിതം തകർന്നു പോകുന്നതിനുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ മക്കളെ, നിങ്ങളോട് പറയാനുള്ളത്, ഈ മാഷ്മാർ പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് മുറിയിലോ നിങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നതോ അല്ല നിങ്ങളുടെ ജീവിതം എന്ന് മനസ്സിലാക്കുക. അവർ പറയുന്നതിലല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ആൾക്കാരോട് പോയി പറയാ. നിങ്ങളെ ജീവിതം ഇല്ലാതെ ആക്കിയല്ല ചെയ്യേണ്ടത്. നിങ്ങളെ പെറ്റ് വളർത്തി പോറ്റി വലുതാക്കിയത് പ്രതീക്ഷയോടാണ്. നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ മാതാപിതാക്കളുടെ മുഖമൊന്ന് ഓർത്താൽ മതി നിങ്ങൾ ഇതേപോലുള്ള കടുങ്കൈ ചെയ്യുന്നതിന് മുമ്പ്. ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളിൽ നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ വന്ന് പറയാ, എനിക്ക് അവിടെ പഠിക്കാൻ മനസ്സില്ല, എനിക്ക് ആ ടീച്ചറുടെ അധ്യാപക വൃത്തിയിൽ എനിക്ക് തൃപ്തിയല്ല എന്ന് പറ. നിങ്ങൾ ഇവിടെ എത്ര സ്കൂളുണ്ട്, എത്ര നല്ല അധ്യാപകരുള്ള സ്കൂളുണ്ട്, അവിടെ നിങ്ങളെ ചേർത്താ. നിങ്ങൾ ഇതുപോലുള്ള കടുങ്കൈ ചെയ്യാതിരിക്കുക.